കഴിഞ്ഞ മാസം ലോകത്തിലെ ഏറ്റവും വലിയൊരു ലേലം വിളി നടന്നു. ഡാവിഞ്ചിയുടെ പെയിൻറ്റിങ് സേവർ ദ വേൾഡ് എന്നറിയപ്പെടുന്ന യേശുക്രിസ്തുവിൻ്റെ പെയിൻറ്റിങ്ങാണ് $450 മില്യൺ വിറ്റുപോയത്. ഇതുവരെ ഒരു ലേലം വിളിയിലും ഇത്ര വലിയ തുകയ്ക്ക് വിറ്റുപോയ ഒരു ആർട്ട് പീസ് ഇല്ല. ദ മോസ്റ്റ് എക്സ്പെൻസീവ് ആർട്ട് പീസ്. ഇത് വാങ്ങിച്ചത് സൗദി അറേബ്യയുടെ കിരീടാവകാശിയായ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാനാണ്. MBS എന്ന ചുരുക്കപ്പേരാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പം അദ്ദേഹം എന്തുകൊണ്ടത് വാങ്ങിച്ചു എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഡ്വൈസറും സുഹൃത്തുമായ ബെർണാഡ് ഐക്കൽ പറയുന്നത് ഇങ്ങനെയാണ്. ബെർണാഡ് ഐക്കൽ പ്രിൻസിനോട് ചോദിച്ചു, എന്തിനാ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള പെയിൻറ്റിങ് വാങ്ങിച്ചേ? അപ്പം അദ്ദേഹം ചോദിച്ചു, പാരീസിലെ ലോ മ്യൂസിയത്തിൽ ഒരു ദിവസം എത്ര പേര് അവിടെ സന്ദർശിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ബെർണാഡ് പറഞ്ഞു, മില്യൺസ്. അതിൽ 90% ആൾക്കാർ എന്ത് കാണാൻ അവിടെ വരുന്നതെന്നറിയാമോ? പ്രോബബ്ലി മോണോലിസ എന്ന് പറഞ്ഞു ബെർണാഡ്. അതെ, ഇവിടെ റിയാദിൽ ഞാൻ ഉണ്ടാക്കുന്ന മ്യൂസിയത്തിൽ ഈ പെയിൻറ്റിങ് വയ്ക്കും. ലോകം മുഴുവൻ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടും. ഇതാണ് കാരണമായിട്ട് പ്രിൻസ് പറഞ്ഞത്. പക്ഷെ ലോകം അതിനെ വേറൊരു രീതി വായിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം എടുത്ത ഒരു റെവല്യൂഷണറി തീരുമാനമായിട്ടാണ് കാണുന്നത്. ക്രൈസ്റ്റിൻ്റെ ഒരു ഗ്രേവൻ ഇമേജ് സൗദി അറേബ്യ പോലുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ അതേ ലോകത്തോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? ഐ എം നോ മോർ എ റിലീജിയസ് കൺസർവേറ്റർ. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് കൊടുത്തു തുടങ്ങി. പിന്നെ അവിടെ സിനിമകളൊക്കെ തുടങ്ങി. അതിനർത്ഥം എന്താ? ക്രിസ്തു വരുന്നതോടുകൂടി ഇതുവരെയുള്ള ചില ട്രഡീഷൻസൊക്കെ ഇങ്ങനെ മാറ്റിമറിക്കപ്പെടുകയാണ്. ലോകം ക്രിസ്തുവിനെ കാണുന്നൊരു കാഴ്ചയുണ്ട്. ദ ഗോസ്പലിൽ യേശു ചോദിക്കുന്നത്, ലോകം എങ്ങനെ എന്നെ കാണുന്നത്? അത് കഴിഞ്ഞിട്ട് വളരെ പേഴ്സണലായിട്ട് നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്, എന്നെക്കുറിച്ച് നിങ്ങളെന്താ പറയുന്നത്? ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ചിന്തിക്കണം, ക്രിസ്തു എനിക്കാരാണ്?